തൃശൂർ കോർപ്പറേഷനിലെ വടൂക്കര വാർഡിൽ ബി.ജെ.പിക്കും വിമത സ്ഥാനാർത്ഥി എത്തിയിരിക്കുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടെ പ്രവർത്തിച്ചു വന്നവരെ പരിഗണിച്ചില്ല എന്നതാണ് പ്രധാനമായും ബി.ജെ.പി പ്രവർത്തകർ ഉന്നയിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുജിത്ത് ഇവിടെ സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത്. സുജിത്ത് തന്നെ നമ്മോട് സംസാരിക്കും. എന്താണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിനുള്ള അടിസ്ഥാനം? ഞങ്ങൾ ഏകദേശം ഒരു 10-20 വർഷത്തോളമായി ഇവിടെ സജീവ പ്രവർത്തകരാണ്. നല്ല രീതിയിൽ പ്രവർത്തിച്ചു. ഏകദേശം 42 വോട്ടിലേക്ക് വരെ പാർട്ടിയുടെ പുറകിലേക്ക് പോയിട്ടുള്ളൊരു സമയം ഉണ്ടായിരുന്നു. അവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് അറിയാം, ഇവിടെ അത്യാവശ്യം ന്യൂനപക്ഷങ്ങൾ നല്ലോണമുള്ളൊരു ഡിവിഷനാണ്. എങ്കിൽ കൂടി എല്ലാവരുടെ ഇടയിലും നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഇത്രത്തോളം പാർട്ടിയെ ഇപ്പോൾ 1570 വോട്ടിലാണ് പാർട്ടി 1ാം സ്ഥാനത്താണ് ഇപ്പോൾ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ. ഇത്രത്തോളം പ്രവർത്തിച്ച് വന്ന് ഇപ്പോൾ ഈ ചെറുപ്പക്കാരായ പ്രവർത്തകർ ഒരുപാട് പ്രവർത്തിച്ചാണ് പാർട്ടി ഇവിടം വരെ എത്തിയത്. ആ ഒരു പരിഗണന തന്നില്ല, അത് പോട്ടെ. പക്ഷേ കോൺഗ്രസിൽ നിന്നും കഴിഞ്ഞ മാസം ഇവിടെ എത്തിയ ഒരു മുൻ കൗൺസിലറാണ് ഇവിടെ 2 പ്രാവശ്യം. പക്ഷെ അത് 2010-ലാണ് കൗൺസിലറായിട്ടുള്ളത്. 15 വർഷം കാലം കടന്നുപോയി. അന്ന് ബി.ജെ.പിക്ക് 42 വോട്ടായിരുന്നു, ഇന്ന് ബി.ജെ.പിക്ക് 1600 വോട്ടാണ്. അപ്പോൾ ആ ആൾ കോൺഗ്രസിൽ സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നേരെ ബി.ജെ.പിയിലേക്ക് വന്നു. ഇപ്പോൾ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിത്വം ചോദിച്ചു വാങ്ങിച്ചു. അതിൻ്റെ കാരണം പത്മജ വേണുഗോപാലായിട്ടാണ് ആൾ ഈ പാർട്ടിയിലേക്ക് വന്നത്. അതുകൊണ്ട് ഈ സീറ്റ് റിസർവ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് ആ സീറ്റ് അവർക്ക് അനുവദിച്ചു. അതിൽ സ്വാധീനത്തിലാണ് ആൾക്ക്. അതെ ഇവിടുത്തെ പ്രവർത്തകർക്ക് അത് സ്വീകരിക്കാൻ തയ്യാറല്ല. ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ 4 ഭാഗമാണ് ഈ ഡിവിഷനിലുള്ളത്. ഈ 4 ഭാഗത്തിൻ്റെ കൺവീനർ, കോ കൺവീനർ, ഡിവിഷൻ കൺവീനർ അടക്കം എല്ലാവരും പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചു. ഇനി രാഷ്ട്രീയം നമുക്കില്ല എന്നുള്ള രീതിയിൽ എല്ലാവരും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ നിർബന്ധിച്ചു. ഞാൻ നിൽക്കുന്നു. എന്നോടൊപ്പം എല്ലാവരും പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ഞങ്ങളൊരു വോട്ട് ഫോർ യൂത്ത് എന്നുള്ളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. അതിലിപ്പോൾ ഏകദേശം 150ഓളം മെമ്പർമാരുണ്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട്. പിന്നെ അത്യാവശ്യം ഒരു കൺവെൻഷൻ, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ്, ഒരു സ്വതന്ത്ര സംവിധാനത്തിലുള്ളൊരു കൺവെൻഷൻ നടത്തിയപ്പോൾ ഏകദേശം ഒരു 150ഓളം പ്രവർത്തകർ അതിൽ പങ്കെടുത്തു. അതിൽ രാഷ്ട്രീയം ഒരുപാട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളുണ്ട്, മതത്തിൽപ്പെട്ട ആളുകളുണ്ട്, എല്ലാവരും ഉണ്ട്. അത് ആദ്യം ബി.ജെ.പിക്ക് ഒരു തൊട്ടുതീണ്ടായ്മ ഒരു ഞാനൊരു താമര ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ ന്യൂനപക്ഷ സംവിധാനങ്ങൾ ഇത്തിരി കൂടുതലാണ്, പക്ഷേ അത്രയും ഇല്ല. അപ്പോൾ അത് റഹീമുക്ക എന്ന് പറയുന്ന ആളാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനർ, അജ്മൽ, അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ പുറകോട്ടില്ല. നോമിനേഷൻ ഞാൻ വാങ്ങിച്ചു. ഇന്ന് ഏകദേശം നോമിനേഷൻ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. അങ്ങനെ ബി.ജെ.പിക്ക് വിമതൻ വന്നിരിക്കുന്നു. പ്രാദേശികമായ വികാരം കണക്കിലെടുക്കാതെ സ്ഥാനാർത്ഥിയെ നിർത്തിയതിലുള്ള പ്രതിഷേധമാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത്. ജാതിമത ഭേദമന്യേ എല്ലാവരും കൂടി ഒന്നിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതാണ്. വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇവർ ഉള്ളത്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.